നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് കൂദാശാവചനത്തിൻ്റെ സമയത്ത് അമ്മ കന്യ മണിതൻ്റെ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വായിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ എഫ് മേജർ സ്കെയിലാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന പോർഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കോഡ്സുകൾ നമ്മൾ പരിചയപ്പെടും. അതുപോലെ എഫ് മേജർ സ്കെയിലിൻ്റെ ലീഡുകൾ അതിനെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടും. പിന്നെ അതേപോലെ തന്നെ ഇൻട്രോ പോർഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം കവർ ചെയ്യും. പിന്നെ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന കോഡുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇതിലുപയോഗിച്ചിരിക്കുന്ന കോഡുകൾ, അതുപോലെ എഫ് മേജർ കോഡിൻ്റെ ലീഡ്, പിന്നെ അതേപോലെ തന്നെ ഇൻട്രോ പോർഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിലുപയോഗിക്കുന്ന കോഡുകൾ നമുക്കിത് പരിചയപ്പെടാം. ഫസ്റ്റ് കോഡ് എഫ് മേജർ കോഡ് യൂസ് ചെയ്യാം. സെക്കൻഡ് കോഡ് എന്ന് പറയുന്നത് സി മേജർ, പിന്നെ എ ഷാർപ്പ് മേജർ. ഒരിക്കൽ കൂടി പറയാം: എഫ് മേജർ കോഡ്, സി മേജർ കോഡ്, എ ഷാർപ്പ് മേജർ കോഡ്. അപ്പോൾ ഇത്രയും കോഡുകളാണ് മെയിനായിട്ട് നമ്മൾ ഈ പ്രാർത്ഥനയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എഫ് മേജർ കോഡിൻ്റെ ലീഡ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രോ നമുക്കിന്ന് നോക്കാം. അപ്പം ഞാനിവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പം ഇങ്ങനെയാണ് ഞാൻ ഇൻട്രോ വായിക്കുന്നത്. അപ്പം ഇത് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പം നിങ്ങൾക്ക് ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഏറ്റവും ഷോർട്ട് ചെയ്ത് വായിക്കുന്നത്. ഓക്കെ, അപ്പം ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത് ഇതേപോലെ തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഫ്ലൂട്ടൊക്കെ നമുക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമുക്ക് ഫ്ലൂട്ടൊന്ന് ഇട്ടിട്ട് വായിച്ചു നോക്കാം. ഇങ്ങനെയൊക്കെ വായിക്കാനായിട്ട് വരും. ഇപ്പം പക്ഷെ ഫ്ലൂട്ട് ഇടുന്ന സമയത്ത് അതിൻ്റെ ഫ്ലൂട്ടിൻ്റെ വോളിയം കുറച്ചൊന്ന് താഴ്ത്തി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കോഡ്സ് നോക്കി, അതേപോലെ തന്നെ എഫ് മേജർ സ്കെയിലിൻ്റെ ലീഡ് നമ്മൾ നോക്കിയിരുന്നു. പിന്നെ നമ്മളിപ്പോൾ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോ പോർഷൻ നമ്മൾ നോക്കി. അപ്പം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥനകൾ വരുന്ന സമയത്ത് ഓരോ ബാറിൽ ഏത് കോഡ് യൂസ് ചെയ്യണമെന്നാണ്. അപ്പം ഞാനത് പിന്നെ ആ PDF ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഓരോ ഭാഗത്തും ഏതൊക്കെ കോഡുകളാണ് വരുന്നതെന്നാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഫ് മേജർ കൊടുത്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഇൻട്രോ പോർഷൻ വായിക്കാം. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ബെൽസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് ആ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എഫ് മേജർ തന്നെ സ്റ്റാർട്ടിങ്. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എൻഡ് വരെ നമുക്ക് പാടിപ്പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സെയിമാണ്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ PDF വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് കുദാശ വചനത്തിൻ്റെ സമയത്ത് അമ്മ കന്യാമണികൻ്റെ നമ്മൾ എഫ് മേജറിൽ വായിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കുക. അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.